ഖുർആനിന്റെ പാരായണങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വേറൊരു സ്വഹാബി കൂടെയുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അൻസാരിയായ സ്വഹാബിയാണത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ യുകഫിറു അന്നാ മാ യുസീബുനാ മിനൽ മസായിബ്. നബിയെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ, അസുഖങ്ങൾ വരുമ്പോ, അതുകൊണ്ട് അല്ലാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമോ എന്ന് നബിയോട് ചോദിച്ച സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പ്രയാസം ഉണ്ടാകുമ്പോ, പനിയാണെന്ന് വരുമ്പോ, ക്യാൻസർ ആണെന്നറിയുമ്പോ, ട്യൂമർ ആണെന്നറിയുമ്പോ, കിഡ്നി ഫെയിൽ ആണെന്നറിയുമ്പോ, അതുകൊണ്ടൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ നബിയേ എന്ന് നബിയോട് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി നഅം, അതേ ഉബയ്യേ, പൊറുക്കപ്പെടും. കാലിന് മുള്ളു തറച്ചാൽ, കുപ്പിച്ചില്ല് തറച്ചാൽ, ആണി തറച്ചാൽ, കല്ല് തറച്ചാൽ പോലും തെറ്റുകൾക്ക് മോചനമുണ്ട്. തെറ്റുകൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, മാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ നസബിൻ വലാ വസബിൻ വലാ ഗമ്മിൻ വലാ ഹുസ്നിൻ വലാ മറദിൻ ഹത്താ ശൗകത യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. നബി തങ്ങൾ പറഞ്ഞു, ഏത് രോഗത്തിനും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. ഇത് പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അള്ളാഹുവിനോട് എനിക്ക് പനി വേണം എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമുണ്ടോ നബിയെ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഉബയ്യേ? പറ്റും നബിയെ. എന്റെ ദോഷം പുറത്തരും. ദോഷല്ലേ അള്ളാഹു സ്ഥാനം ഉയർത്തിത്തരും. എന്നാ ഞാൻ അള്ളാഹുവിനോട് പനി ചോദിച്ചോട്ടെ, പനി വേണമെന്ന്. ഫസഅലല്ലാഹുൽ ഹുമ്മ, അള്ളാഹുവിനോട് പറഞ്ഞു ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബി, പടച്ചവനെ, എനിക്ക് മരണം വരെ പനിതാ പടച്ചവനെ. മരിക്കണവരെ പനിച്ചു മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പക്ഷെ നിസ്കരിച്ചു, ജിഹാദ് ചെയ്തു, എല്ലാ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു. ഒരു ബുദ്ധിമുട്ട്, ചൂടാണ്. അടുത്ത സഫിൽ നിൽക്കുന്ന ആൾക്ക് തൊട്ടു നിൽക്കാൻ കഴിയില്ല, അത്രക്ക് ചൂടാണ്. 30 കൊല്ലം പനിയിലായി ജീവിച്ച മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. 30 കൊല്ലം പനിച്ചു എന്നാണ്, 30 വർഷം. ആ സ്വഹാബിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ഉബയ്യു, അല്ലയോ ഉബയ്യേ, ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക. ഉബയ്യേ, നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യേ, നിങ്ങൾക്ക് ഓതിത്തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞു സൂറത്തുൽ ബയ്യിന. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഉബയ്യേ, നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഓതിത്തരണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, പനി പിടിച്ച് ചൂട് പിടിച്ച് കഴിയുന്ന സ്വഹാബി, യാ റസൂലല്ലാഹ്, നബിയേ, അവസമ്മാനില്ലാഹു ബിസ്മി, എന്റെ പേര് അള്ളാഹു പറഞ്ഞോ നബിയേ. ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞു നബിയേ, എന്റെ പേര് അള്ളാഹു പറഞ്ഞു നബിയേ. എന്റെ പേര് പറഞ്ഞോ, എന്റെ പേര് പറഞ്ഞോ. ഈ വല്ലദീ നഫ്സി ബിയദിഹി, അതെ, പേര് പറഞ്ഞു. ഫിൽ മലഇൽ അലാ, അല്ലാഹുവിന്റെ ഉന്നതമായ സാന്നിധ്യങ്ങളിൽ, മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ എന്നോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കണ്ണുകളും നനഞ്ഞുപോയി സന്തോഷം കൊണ്ട്. അല്ലാഹുവിന്റെ പേര് പറഞ്ഞോ നബിയേ. അവരൊക്കെയല്ലേ ഭാഗ്യം ചെയ്തവര്, നേരിട്ട് അവിടുന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് വരാൻ പേര് സഹിതം അല്ലേ. ഇന്നാലിന്ന ആൾക്ക് എൻ്റെ സലാം പറ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ കരഞ്ഞുപോയി. ഖുർആൻ ഓതി കിട്ടിയ മഹത്വം മുഅ്മിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.